ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം ബെഡിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ശമ്പളം നിശ്ചയിക്കുന്നത്. എനിക്കൊരു സംശയം, 250 ബെഡുള്ള ആശുപത്രികൾ ഉള്ള നഴ്സുമാരുടെ എണ്ണമാണോ 1500 ബെഡുള്ള ആശുപത്രികളുള്ളത്? ബെഡിൻ്റെ എണ്ണം അനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ നിയമം അനുസരിച്ച് നഴ്സുമാരുടെ എണ്ണം കൂടുകയുള്ളൂ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവെന്ന് പറയുന്നത് ഏകദേശം തുല്യമായിരിക്കാം. അപ്പോൾ ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് പരിഗണിക്കുന്നത് എങ്ങനെയാണ്? ഈ ഇവിടെയുള്ള 400 ബെഡിന് മേളിലുള്ള പല ആശുപത്രികളെന്ന് പറയുന്നത് ചാരിറ്റബിൾ ആശുപത്രികളാണ്. മെഡിക്കൽ കോളേജുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാം ചാരിറ്റബിൾ മേഖലയിലുള്ളതാണ്. ഈ ആശുപത്രികളാണ് ഒരുപക്ഷെ ഇവിടുത്തെ ചികിത്സാ ചെലവുകളെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഞാൻ പറയും, ഏറ്റവും ചെറിയ തീരെ ബെഡുകളില്ലാത്തതിനെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റുകൾ കൂടുതലായിരിക്കാം. പക്ഷേ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ ചികിത്സാ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രേഡിങ് കേരളത്തിലുണ്ടാവേണ്ടത് അത്യാവശ്യമുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ തന്നെ ഒരു തുക നിശ്ചയിച്ച്, സർക്കാർ ന്യായമെന്ന് തോന്നുന്ന തുക നിശ്ചയിച്ചാൽ അത് കൊടുക്കുവാനായിട്ട് എല്ലാ ആശുപത്രികളും ബാധകമാണ് എന്ന് പറയേണ്ടി വരും. അത് കൊടുക്കുകയും വേണം. അത് സർക്കാരിൻ്റെ ഉത്തരവ് മൂലമാകണം. അല്ലാതെ സർക്കാർ ഇന്നത് കൊടുക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കി ആശുപത്രികളുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഈ സേവന മേഖലയെ സമരത്തിലേക്ക് നയിച്ചു വിടുക എന്ന് പറയുന്നത് സംശയാസ്പദമായ കാര്യമാണ്. അത് ശരിയായതല്ല. കേരളത്തിൻ്റെ ചികിത്സാ ചെലവുകളെ കൂട്ടുവാൻ മാത്രമേ ഇത് സഹായിക്കൂ എന്ന് പറയേണ്ടി വരുന്നു. ഇനി മറ്റു ചിലതും കൂടിയുണ്ട്. ഈ സമരങ്ങളുടെയൊക്കെ ഒരു സമയമെന്ന് പറയുന്നത്, ഈ സമരങ്ങൾ ആദ്യ സമരം വന്നപ്പോഴും രണ്ടാമത്തെ സമരം വന്നപ്പോഴും ഇതിലെ പ്രധാന നേതാക്കൾക്കെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്ന, പ്രത്യേകിച്ച് UNA നേതാവ് ജാസ്മിൻ ഷായ്ക്കെതിരെ 2019 കേസുണ്ടായി, 2026 കേസുണ്ടായി. അവർ പറയുന്ന ന്യായം, ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ കേസുകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ ഈ കേസുകളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയായിരുന്നു. 2019 കേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആശുപത്രി മാനേജ്മെൻറ്റുകളൊന്നും കൊടുത്ത കേസായിരുന്നില്ല. UNA തന്നെ ഒരു ഭാരവാഹിയായിരുന്ന വ്യക്തിയായിരുന്നു ആ കേസ് കൊടുത്തത്. കേസ് UNAക്ക് കിട്ടിയ ഫണ്ടുകളെ വഴിമാറ്റി അതിലെ അന്നത്തെ ഭാരവാഹികൾ 3-4 ഭാരവാഹികൾ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു. അതനുസരിച്ച് തൃശ്ശൂരിലെ ക്രൈം ബ്രാഞ്ചിൻ്റെ ഒരു അന്വേഷണ വിഭാഗം എൻക്വയറി നടത്തി അന്ന് ഇതിന് FIR ഇട്ടു. ആ FIR ഇട്ട കേസ് പിന്നീട് ഇതിലെ പ്രതികൾ, ഈ UNA ഭാരവാഹിയായിട്ടുള്ള പ്രതികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു ചാർജ് ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈക്കോടതി ഉത്തരവ് ചാർജ് ക്വാഷ് ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു.